ആദ്യം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ് ഞാൻ. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പം വിധി വരുന്ന ദിവസം കൂടിയാണ്. കെട്ടിടപ്പാളി കേസിലെ സ്വാഭാവിക ജാമ്യത്തിനുള്ള അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. സ്വാഭാവിക ജാമ്യം പ്രതിയുടെ നിയമപരമായ അവകാശമാണെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷമീറാണ് കൊല്ലത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നത്. ഷമീർ, ഗുഡ് മോർണിംഗ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജാമ്യം നേടി ഏറെക്കുറെ പുറത്തിറങ്ങാനാണ് സാധ്യതയല്ലേ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യപ്രതി, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയേക്കും. നേരത്തെ സേതു പറഞ്ഞതുപോലെ ആ പ്രതിയുടെ നിയമപരമായ അവകാശമാണ് 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം നൽകുക എന്നത്. ഇന്നലെ അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്ക് ജാമ്യം നൽകണം. ഇക്കഴിഞ്ഞ 31-ാം തീയതിയാണ് കട്ടിളപ്പാളി കേസിൽ 90 ദിവസം കഴിഞ്ഞ് ഇതിനുശേഷം ജാമ്യാപേക്ഷ പോറ്റിയുടെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ഇതിനുശേഷം ഇന്നലെ വിശദമായ വാദവും കഴിഞ്ഞു. എന്തായാലും കർശനമായ ഉപാധികളോടുകൂടി ഇന്ന് ജാമ്യം ലഭിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വൈകിട്ടോടുകൂടി തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ നിന്നും ജയിൽ മോചിതനാകും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ തന്നെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന സാഹചര്യമാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, മുരാരി ബാബു, സുധീഷ് കുമാർ, എസ് ശ്രീകുമാർ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ ജാമ്യം നേടി പുറത്തിറങ്ങി. അതിൽ എസ് ശ്രീകുമാർ 43-ാമത്തെ ദിവസമാണ് ജാമ്യം നേടി പുറത്തിറങ്ങുന്നത്. എസ് ശ്രീകുമാറിൻ്റെ കേസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ 43-ാമത്തെ ദിവസം ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. അപ്പോൾ SITയുടെ ഒരു പിഴവായി നമുക്കിത് കാണാം. SITക്ക് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും ഈ കേസിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയ തിരിച്ചടിയാണ്. എന്തായാലും കോടതി കഴിഞ്ഞ ദിവസവും ചോദിച്ചത് എന്താണ് കുറ്റപത്രം വൈകാൻ കാരണമെന്ന് ചോദിക്കുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവം, കൂടുതൽ തെളിവുകൾ, ഈ പ്രതികളിലേക്ക് കണക്ട് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ SITക്ക് ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അഭാവത്തിലാണ് ഈ 90 ദിവസം, ഈ രണ്ട് കേസുകളിലും 90 ദിവസം പിന്നിടുമ്പോഴും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ SITക്ക് പോകുന്നത്. അത് വലിയ തിരിച്ചടിയാണ്. സർക്കാരിനും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇതുണ്ടാക്കുന്നത്. നിയമസഭയിലടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇതിലുണ്ടായി. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജാമ്യം ലഭിച്ചേക്കും. വൈകിട്ടോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഏറെക്കുറെ ജാമ്യം നേടി പുറത്തിറങ്ങാനാണ് സാധ്യത.